വന്ന് കാണണമെന്ന് തന്നെ പറയും. തീർച്ചയായിട്ടും തുടക്കത്തിൽ ത്രില്ലർ എന്നുള്ള രീതിയിൽ തുടക്കം മുതൽ ഒരു 3/4 ഭാഗം വരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുള്ള ആ മോഡിൽ തന്നെയാണ് പോകുന്നത്. ബൈജു അത് നല്ലൊരു കഥാപാത്രമാണ് ബൈജുവിന് കൊടുത്തേക്കുന്നത്. പിന്നെ റോന്തിന് ശേഷം നന്നായിട്ട് ആ പോലീസ് ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രുതി മേനോൻ പാക്ക് ശേഷം ശ്രുതി നന്നായിട്ട് ശ്രുതിയുടെ നല്ലൊരു കഥാപാത്രമാണ്. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് മെയിനായിട്ടും റോഷനും ബൈജു അവർ നന്നായിട്ട് നല്ല കഥാപാത്രങ്ങൾ കൊടുത്തുള്ള മൊത്തത്തിൽ തിയേറ്ററിൽ വന്ന് നമ്മൾ കാണണം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ പുള്ളി പത്മനാഭൻ്റെ ലാസ്റ്റുള്ള സിനിമകൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ, സോഷ്യൽ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്ന നമ്മൾ ഇതും അങ്ങനെ ഒരു കാര്യം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ് ബൈജു. ഉള്ളതെല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ല. ക്ലൈമാക്സ് ഒക്കെ പ്രെഡിക്റ്റബിൾ ആണോ അതോ നമുക്ക്? അല്ല, ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിയൽ നടന്നൊരു സ്റ്റോറിയെ ബേസ് ചെയ്താണ് പോകുന്നത്. ക്ലൈമാക്സ് വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു ഫീൽ വരുന്നത്. ഇവിടെ ഫുള്ള് പ്രഡിക്റ്റബിൾ കേട്ടോ, പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നുമില്ല. സെക്കൻഡ് ഹാഫൊക്കെ നല്ല ലാഗ്. പിന്നെ അവർ റിയൽ സ്റ്റോറിയാണ് ഉദ്ദേശിക്കുന്നത്, അത് ലാസ്റ്റ് പറയുന്നുണ്ട്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ്റെ പോർഷനിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു സാധനം പോലും ഇല്ല. ചുമ്മാ 2-3 ക്യാരക്ടറാണെങ്കിൽ നമ്മൾ എന്താ പറയുക, പ്രഡിക്റ്റ് ചെയ്യുന്ന സെയിം സാധനം തന്നെ ഇങ്ങനെ വന്നു പോകും. പോലീസുകാരൻ്റെ അങ്ങേര് അന്വേഷിച്ച ഒരു കേസ് അതുപോലെ അങ്ങ് എടുത്ത് വെച്ച് കാണിച്ചു. അത്രേ ഉള്ളൂ. കൊടുത്ത റോൾ എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ